ഇറങ്ങി ഇറങ്ങി ഒരു മിനിറ്റ് ഇവിടെ നിന്നാ നല്ല സ്റ്റൈലും ഡ്രസ്സിലാണ്. ആരാ? ആ, താങ്ക് യു. നമ്മുടെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചോ. കേറട്ടെ, സമയം പോയി. നിങ്ങൾ പുതിയ വർക്കൊക്കെ 4 മണിക്ക് റിലീസായിട്ട് ഷൂട്ടിങ് മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബിജു മേൻ്റെ ഇപ്പോൾ ഒരു മൂവി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. മീറ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങൾ തമ്മിലുള്ള കോംബോ ഹിറ്റാണല്ലോ. അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് നിൽക്കും. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. പ്രേക്ഷകരൊക്കെ എങ്ങനെ ഇതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്? എങ്ങനെ നേരിട്ട് അല്ലാതെയൊക്കെ എങ്ങനെ അറിയിക്കുന്നുണ്ട്? നേരിട്ട് അഭിപ്രായം പറയുന്നുണ്ട്, അടിപൊളിയാന്ന് പറയുന്നത്. കമൻറ്റ് ബോക്സിലും വരുന്നുണ്ട്. അതെ, കമൻറ്റ് ബോക്സിലും കമൻറ്റ് വരുന്നുണ്ട്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവിനെ എങ്ങനെയാണ് നോക്കിയാണ്? നെഗറ്റീവിൻ്റെ വഴിക്ക് നോക്കിയാണെന്നുണ്ട്, പോസിറ്റീവ് വഴിക്ക് നോക്കിയാണ്. ഞാൻ രണ്ടും സന്തോഷമായിട്ട് നോക്കുകയാണ്. പോസിറ്റീവിനെ എങ്ങനെയാണ്? പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് അടുത്തൊരു വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി. നെഗറ്റീവ് പറയുമ്പോൾ നമുക്കത് ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ തോന്നുന്നു. അത്ര പുതിയ വർക്കൊക്കെ വരും, ഒരുമിച്ചുള്ള പുതിയ വർക്കുകൾ പുതിയ നടക്കുന്നുണ്ടോ? നടക്കുന്നു. അപ്പോൾ ഇന്നലെ ഒരു ഷോർട്ട് ഫിലിമും ഒരു ആൽബം ചെയ്തിട്ടാണ് വന്നത്. ഇനി അടുത്തൊരു വർക്കിന് നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് ഒരു ഫിലിമിൽ അവസരം കിട്ടുക ചെയ്യും. ഞങ്ങളിപ്പോൾ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞു. ഷോർട്ട് ഫിലിമാണോ അല്ലാതെ? മൂവി ദയാവതം എന്നുള്ള മൂവി. പിന്നെ ഇപ്പോൾ ഒരു ഇന്നലെ ഒരു ഡാൻസർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിജു മേനൊക്കെയാണ് നായികൻ. പ്ലാനിങ് നടന്നത്. ബിജു മേൻ്റെ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞില്ല. ഡയറക്ടർ സാറിനെ വിളിച്ച് മാത്രമേ പറഞ്ഞു. നായികയാണ് അല്ല, അത് അറിയില്ല. അറിയത്തില്ല. ചെറിയൊരു വേഷം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നായികയൊന്നും ആഹം. ക്യാരക്ടർ റോളാണ് കൂടുതൽ താല്പര്യം. അല്ല, നമുക്ക് വരുന്നത് നമ്മൾ എന്ത് ചെയ്യും? ദുബായിലോ ഖത്തറിലോ എന്തോ ഒരു നാളെ ഉള്ള മാറ്റി വെച്ചായിരുന്നത് ജൂലൈയിലോട്ടാക്കി പെർമിഷൻ വാങ്ങി. അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. നാളെ ഇത്രയും ദിവസം റെസ്റ്റ് ഇല്ലായിരുന്നു, വയ്യായിരുന്നു. ഇപ്പോഴും നല്ല ഇതിലല്ല നിൽക്കുന്നത്, ഹെൽത്ത് ഓക്കെ ആയിരിക്കണം. ഇത് ബെസ്റ്റ് താരജോടിക്കുള്ള അവാർഡാണ് ആൽബത്തിൻ്റെ. ഞങ്ങളുടെ ഫസ്റ്റ് ആൽബമാണ്. അതിൽ കരിമിഴി കണ്ണാണെന്നുള്ള ആൽബമാണ്. അപ്പോൾ അതിൽ ബെസ്റ്റ് പെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആൽബത്തിൻ്റെ ഫസ്റ്റ് അവാർഡ് തന്നെയാണ്. അത്ര വലിയൊരു അവാർഡ് ഫസ്റ്റ് അവാർഡാണ്. പിന്നെ അതിന് മുമ്പ് 1-2 സ്റ്റേജ് പരിപാടിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ആൽബത്തിൻ്റെ ബേസ് തന്നെയാണ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആൽബം ഫസ്റ്റ് ടൈമാണ് ആ സമയത്ത് ഞാൻ ചേച്ചിനെ കാണുന്നത്. ആ കരിമിഴി കണ്ണാന്നുള്ള ആൽബത്തിലാണ് ഫസ്റ്റ് ടൈം ആളിനെ പരിചയപ്പെടുന്നതും എല്ലാം. അതിനുശേഷം ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ആൽബത്തിന് ശേഷമാണ് ഒന്ന് ക്ലച്ച് പിടിച്ചത്. കാരണം ആ ആൽബത്തിന് ശേഷം ഞാനിപ്പോൾ 3ാമത്തെ മൂവീൻ്റെ മീറ്റിങ്ങും കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത്. ഓൾറെഡി ഒരു മൂവി ചെയ്തു. പിന്നെ 2ാമത്തെ ഒരു മൂവിത്തെ ചെയ്ത് സാറിൻ്റെ പേരെന്താ? നിതീഷ് കച്ചേരി സാറിനെ കണ്ടായിരുന്നു തൃശ്ശൂർ വന്നിട്ട്. അപ്പോൾ സാറിനെ കണ്ടു. പിന്നെ ഇതാ ഇന്നലെ നമ്മുടെ ഷോർട്ട് ഫിലിമും ആൽബത്തും ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മുടെ പുതിയൊരു മൂവിയുടെ മീറ്റിംഗ് എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വരുമ്പോഴും ഒരു സീരിയലിൻ്റെ ഒരു ആളോട് സംസാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഒരുപാട് മാറ്റം എൻ്റെ ലൈഫിൽ ഈ കരിമിഴി കണ്ണ എന്നുള്ള ആൽബം കൊണ്ടും രേണു ചേച്ചിയായിട്ടുള്ള അഭിനയിച്ചുകൊണ്ടും മാറ്റം വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. കരിമിഴി കണ്ണാലെ എന്ന ആൽബം നമ്മുടെ ലൈഫ് തന്നെ അടിപൊളിയാക്കി തന്നു. കാരണം ആൽബം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലെ തൊട്ടേ കാണുന്നതാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു സിനിമാ നടി ആകുന്നതിനേക്കാളും വലിയ ഇഷ്ടമായിരുന്നു ആൽബം നടിമാരെയൊക്കെ ഭയങ്കര. കാരണം നമ്മൾ കുഞ്ഞിലോട്ട് അങ്ങനെ കണ്ടു വളർന്നുകൊണ്ട്. അപ്പം ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ മിസ്റ്റ് ഡ്യൂ ഡ്രോപ്സ് ഒക്കെ കണ്ട് ആൽബം പ്രേമിയാണ്. നമ്മളിലൂടെ ആൽബം പാട്ട് ഇഷ്ടപ്പെടുക, നമ്മളെ ഓർക്കുക, ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ ഓർക്കുക, അതൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ ആൽബം തന്നെ നല്ല ഹിറ്റായി. ഇപ്പോൾ 2-3 ആൽബം ഇറങ്ങിയതെല്ലാം നല്ല രീതിയിൽ ഹിറ്റ് അടിച്ച് നിൽക്കുകയാണ്. ആഗ്രഹമില്ലായിരുന്നു, നമ്മൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു, അത്രയേ ഉള്ളൂ. വരുന്നുണ്ട്. ഇന്ന് ഒരെണ്ണം റിലീസാണ്. ഷാപ്പിലെ പ്രണയം എന്നുള്ള ഒരു ആൽബം ഇന്ന് റിലീസാണ്. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്റെ തലയിൽ തന്നെ ഓർമ്മയില്ല. കണ്ടിട്ടില്ല ഞങ്ങൾ. 4 മണിക്ക് ഇപ്പോൾ റിലീസായിട്ടുണ്ടാവും ആൽബം. കണ്ടില്ല ഞങ്ങൾ. കഴിഞ്ഞ് വേണം കാണണം. വിവാദങ്ങളെ എനിക്ക് കുഴപ്പമില്ല, സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയുക, നമുക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു, അത്രേ ഉള്ളൂ. ഈ സാധാരണ ആൾക്കാർ പറയുന്നത് ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയത്തോളം എന്തെങ്കിലും കാണുമായിരിക്കും, അതായിരിക്കും എറിയാൻ വരുന്നത്, അത്രയും ഞാൻ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരു പ്രയോജനം ഇല്ലാത്ത ഒരാൾക്ക് എറിഞ്ഞിട്ട് എന്താ കാണിക്കുക അവർക്ക്.
നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആരോപണം. പക്ഷേ എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല. ഈ തകർക്കാൻ വരുന്നവർ അവർ ചമ്മിപ്പോത്തേ ഉള്ളൂ. രേണുവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ രേണു ഒരു എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ, വീടോ ആയതുകൊണ്ടായിരിക്കാം. സോ വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണം, വെള്ളസാരി ഉടുക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണല്ലോ ഞാൻ ചെയ്യുന്നത്. അത് നമ്മുടെ നാട്ടിൽ ആ ലെവലാണല്ലോ. എന്താ പറയുക, പെണ്ണുങ്ങൾ ഇപ്പോൾ പുറത്തു പോയി ജോലി ചെയ്യണതിനടക്കം കുറ്റം പറയുന്ന നാടാണ് നമ്മുടെ നാട്. അപ്പോൾ പിന്നെ വിധവയായിട്ടുള്ള ഒരാൾ ഇത്രയും സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നു, അതിൻ്റേതായ ട്രെൻഡിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ പറയാതിരുന്നാലാണ് അതിശയുള്ളൂ. അത്രയേ ഉള്ളൂ മറുപടി. എനിക്കറിയില്ല. ഇനിയുണ്ട്, എനിക്ക് തോന്നുന്നില്ല അത് ഈയിടെ എങ്ങനെ താന്നു പോകും. അറിയില്ല എന്താ സംഭവം അറിയത്തില്ല. എന്തായാലും ഒരു സൈഡ് നോക്കിയാൽ ഗുണം തന്നെയാണ്. ആവോ, ഞാൻ നോക്കുമ്പോ എന്നെ കണ്ടോണ്ട് ഞാൻ സ്ക്രോൾ ചെയ്ത് വിടും. എന്തിനാ എന്നെ കാണുന്നത്? കമന്റ് ചില സമയം ഞാൻ വായിക്കും, ചില സമയം വായിക്കും. ചില സമയത്ത് ഇതിലിരിക്കുവാണെങ്കിൽ തിരിച്ച് 2 വർത്തമാനം പറഞ്ഞിട്ട് ഓരോ കമന്റിലൊക്കെ നല്ല വർത്തമാനം പറയാം. ഇവൻ കാണുന്നുണ്ട്, നല്ല വർത്തമാനം പറയും. കാരണം ചെറിയ ചീത്തയൊന്നുമല്ല, അല്ലാത്ത നല്ല വർത്തമാനം പറയും. എന്തോ അത് വരുന്നുണ്ട്. 3 കഴിഞ്ഞു. അത് ഇന്റർവ്യൂ ഇപ്പോൾ അതിന് വരുന്നുള്ളൂ, എൻ്റെ ഔട്ട് വരുന്നുള്ളൂ. 3 ഇന്റർവ്യൂ കഴിഞ്ഞായിരുന്നു. പിന്നെ ശരി, ഞാൻ പോട്ടെ.